Welcome back, my dear students, on a new lecture on Fourier series. So, in the previous lecture, we have discussed about Fourier cosine series and some examples. In this lecture, we will be discussing about Fourier sine series and some examples. Okay, so consider the following question: find the Fourier series of find the Fourier series of f of x is equal to sine h ax, hyperbolic sine function, where a is some constant, where x is defined on minus pi less than x less than pi, or x is in between minus pi and pi, and f of x plus 2 pi should be equal to f of x for all x element of R. That is, the function is 2 pi periodic and a is a constant. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ കണ്ടെത്താനാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഓക്കെ, സോ ദ സൊല്യൂഷൻ ഈസ് ഫസ്റ്റ് നമ്മൾ ഈ ഫംഗ്ഷൻ ഈവൻ അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ we can certainly find certain coefficients. Okay, so first we have to check whether or not this function is even or odd. നമുക്കറിയാം sin h ax hyperbolic sine function is defined as e raised to ax minus e raised to minus ax divided by 2. This is the definition of sin h ax. Okay, now this is we call f of x. Okay, now f of minus x is equal to sin h a times minus x. So instead of x we replace minus x, so e raised to a into minus x, അതിനെ minus ax എന്ന് എഴുതാം, minus e raised to minus a times minus x which is plus ax divided by 2. ഇവിടെ നിന്ന് നമ്മൾ മൈനസ് കോമൺ എടുത്താൽ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് മൈനസ് ഓഫ്, ഇവിടുത്തെ മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് ആകും, ഇ റേസ് ടു എ എക്സ്, ഇവിടുത്തെ പ്ലസ് ചെയ്യുമ്പോൾ മൈനസ് ആകും, മൈനസ് ഇ റേസ് ടു മൈനസ് എ എക്സ് ഡിവൈഡഡ് ബൈ 2. Now this term e raised to ax minus e raised to minus ax divided by 2 is actually sin h ax or f of x. So this can be written as minus f of x, okay, or minus sin h ax. So this function satisfies f of minus x is equal to minus f of x. So the function is odd. So f is an odd function. So that's the first observation. Okay, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ അകത്ത് ചില കേസിൽ ഫംഗ്ഷൻ ഈവൻ ആയിരിക്കും, ചില കേസിൽ ഫംഗ്ഷൻ ഓഡ് ആയിരിക്കും, ചില കേസിൽ ഈവനും ഓഡും ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, സോ ഇൻ ദിസ് കേസ് ദ ഫംഗ്ഷൻ ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ. സോ വി നോട്ട് ദ Fourier series is a naught by 2 plus summation n is equal to 1 to infinity an cos nx plus summation n is equal to 1 to infinity bn sin nx. ഞാൻ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഫംഗ്ഷൻ ഓഡ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഓൾറെഡി ഒബ്സർവ്ഡ് ദാറ്റ് ഫംഗ്ഷൻ ഓഡ് ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. സോ സിൻസ് f of x is odd, we can safely say that an is equal to 0 and a naught is equal to 0 as well. Okay, so എന്നുകളെല്ലാം 0 ആണ്. സോ ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ്റെ ടേംസ് എല്ലാം അപ്പോൾ 0 ആയി പോകും. സോ ബാക്കി റിമൈൻ ചെയ്യുന്ന ടേംസുകൾ എന്ന് പറയുന്നത് ബി എൻ്റെ ടേംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ദ കറസ്പോണ്ടിങ് Fourier series becomes, so corresponding Fourier series is summation
n is equal to 1 to infinity bn sin nx. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട ഫോറിയർ സീരീസ്. സോ ഇവിടെ നമുക്ക് ബി എൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ബി എൻ ഈസ് ആക്ച്വലി ഈക്വൽ ടു 1 ബൈ പൈ, ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് പൈ ടു പൈ ആണ്, മൈനസ് പൈ ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് സൈൻ എച്ച് എക്സ്, സോ 1 ബൈ പൈ minus pi integral minus pi to pi sin h ax times sin x sin nx dx. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ആണ്. ഒന്ന് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്, ഒന്ന് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻ്റഗ്രൽ ഓഫ് ദിസ് തിങ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. Now, since the function sin h ax and sin x are odd function, ഈ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ ആണ്, ഇതും ഓഡ് ഫംഗ്ഷൻ ആണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. സോ ഈവൻ ഫംഗ്ഷൻ്റെ മൈനസ് എ ടു എയിലുള്ള ആൻസർ എന്ന് വെച്ചാൽ 2 ടൈംസ് ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു പൈ സൈൻ എച്ച് എ എക്സ് ടൈംസ് സൈൻ എൻ എക്സ് ഡി എക്സ്. കാരണം സൈൻ എച്ച് എ എക്സും സൈൻ എൻ എക്സും ഓഡ് ഫംഗ്ഷൻസ് ആണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് ഈവൻ ഫംഗ്ഷൻ. ഇനി നമുക്ക് സൈൻ എച്ച് എ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി നോക്കാം. വി നോ ദാറ്റ് sin h ax is actually e raised to ax minus e raised to minus ax divided by 2. So bn can be written as 2 by pi integral 0 to pi e raised to ax minus e raised to minus ax divided by 2 into sin nx dx. ഈ 1/2 നമുക്ക് വെളിയിലെടുക്കാം. സോ 2 ബൈ പൈ ടൈംസ് 1/2 ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇവിടുത്തെ 2ഉം 2ഉം നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 1 ബൈ പൈ. നമുക്ക് ഈ ഇൻ്റഗ്രലിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു എക്സ് സൈൻ എൻ എക്സ് മൈനസ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു മൈനസ് എ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഇതിനെ നമുക്ക് 1 ബൈ പൈ ടൈംസ് സം ഇൻ്റഗ്രൽ I1 മൈനസ് I2 എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, വേർ I1 ഈസ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് ആൻഡ് I2 ഈസ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇ റൈസ് ടു മൈനസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഒബ്ജക്റ്റീവ്. സോ ഫസ്റ്റ് ടേക്ക് I1. സോ ബി എൻ ഈസ് ദിസ്. നമുക്കിതിനെ സം ഇക്വേഷൻ നമ്പർ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സോ ഇക്വേഷൻ നമ്പർ 1. So I1 is equal to integral 0 to pi e raised to x sin nx dx. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയും നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, സെക്കൻഡ് ഫംഗ്ഷൻ ട്രിഗണോമെട്രി ഫംഗ്ഷൻ. സോ അങ്ങനെ വരുന്ന കേസിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുക. എപ്പോഴും ഒബ്സർവ് ചെയ്യുക, നമ്മൾ ഇ റൈസ് ടു എ എക്സിൻ്റെ ഡെറിവേറ്റീവോ ഇൻ്റഗ്രലോ എടുത്താലും അതെപ്പോഴും ഇ റൈസ് ടു എ എക്സിൻ്റെ ഫോമാറ്റിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ മൈൻഡ്. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അത് കോസ് ആകും, പിന്നീട് സൈൻ ആകും, വീണ്ടും കോസ് ആകും. സോ ദിസ് തിങ്സ് റിപ്പീറ്റ്സ്. ഓക്കെ, ഒരു സ്റ്റേജിന് ശേഷം നമ്മൾ പോളിനോമിയൽസ് എടുത്തതിൻ്റെ കൂട്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് ചെറുതായി പോളിനോമിയൽസിൻ്റെ പവർ കുറഞ്ഞു വന്നതുപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയില്ല.
Okay, so keep that in mind. That's the thing which we need. So ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ എൻ എക്സ്. സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ ഈസ് മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഫ്രം 0 to pi. Okay, minus integral of derivative of first e raised to x in the derivative is a e raised to x into integral of second sin nx in the integral is minus cos nx divided by n. Okay, dx ഇവിടെയും 0 to pi ഉണ്ട്. We can write this as ഇവിടെ നമുക്ക് ഒരു മൈനസ് 1/n വെളിയിലെടുക്കാം. മൈനസ് 1/n ടൈംസ് ഇ റൈസ് ടു എ എക്സ് cos nx 0 to pi. ഓക്കെ, മൈനസ് ഇവിടുത്തെ മൈനസും മൈനസും പ്ലസ് എ വെളിയിലെടുക്കാം, 1/n വെളിയിലെടുക്കാം. സോ പ്ലസ് എ ബൈ എൻ ഇൻ്റഗ്രൽ 0 to pi ഇ റൈസ് ടു എ എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും ഈ പാർട്ടിന് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് മൈനസ് 1/n. ഇവിടെ നമുക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുക്കാം. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു എ പൈ കോസ് എൻ പൈ മൈനസ് ഇ റൈസ് ടു എ ഇൻറ്റു 0. സോ ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 ഈസ് 1. ഇ റൈസ് ടു 0 ടൈംസ് കോസ് 0 പ്ലസ് എ ബൈ എൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റൈസ് ടു എ എക്സ് ഇൻറ്റു കോസ് എൻ എക്സിന് ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് divided by n 0 to pi minus integral of derivative of first a e raised to ax into cos nx in integral sin nx divided by n. Okay, this is 0 to pi. So ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ മൈനസ് 1/n ഉണ്ട്. ഇ റൈസ് ടു എ പൈ കോസ് എൻ പൈയുടെ വാല്യൂ മൈനസ് 1 റൈസ് ടു n ആണ്. ഇ റൈസ് ടു 0 1 കോസ് 0 ഈസ് 1. സോ ദിസ് ഈസ് ദി ആൻസർ. പ്ലസ് ഇവിടെ എ ബൈ എൻ. ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു എ പൈ സൈൻ എൻ പൈ. ഇവിടെ എന്ന് വെള്ളിലെടുത്തു, ഇവിടെ എന്ന് അവിടെ അതുപോലെ തന്നെ കിടന്നോട്ട്. മൈനസ് ഇ റൈസ് ടു 0 സൈൻ 0 ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, മൈനസ് ഇവിടെ ഒരു എ ബൈ എൻ ഉണ്ട്. ഇനി എ ബൈ എൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇൻ്റഗ്രൽ 0 to pi ഇ റൈസ് ടു എക്സ് സൈൻ എൻ എക്സ് ആണ്. ഇൻ്റഗ്രൽ 0 to pi ഇ റൈസ് ടു എക്സ് സൈൻ എൻ എക്സ് എന്ന് വെച്ചാൽ I1 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ എ ബൈ എൻ വെള്ളിലെടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 0 to pi ഇ റൈസ് ടു എക്സ് സൈൻ എൻ എക്സ് ആണ്, വിച്ച് ഈസ് ആക്ച്വലി I1. ഓക്കെ, സോ ദിസ് ഈസ് I1 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ജനറൽ ടെക്നിക്. ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും നമ്മൾ ചെയ്യുമ്പോൾ ഒരു സ്റ്റേജിന് ശേഷം നമ്മൾ ഈ വാല്യൂവിന് ഇൻ്റഗ്രലിൻ്റെ വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ആക്ച്വലി I1 is equal to minus 1/n e raised to a pi minus 1 raised to n minus 1 പ്ലസ് ഇവിടെ നമുക്ക് സൈൻ എൻ പൈയുടെ വാല്യൂ എപ്പോഴും 0 ആണ്, സൈൻ 0യുടെ വാല്യൂവും 0 ആണ്. സോ ദിസ് തിങ് ബിക്കംസ് 0. ഇവിടെ മൈനസ് ഉണ്ട്, എ ബൈ എൻ ഉണ്ട്, എ ബൈ എൻ ഉണ്ട്. സോ മൈനസും പ്ലസും മൈനസ് ആകും. സോ ദിസ് തിങ് ബിക്കംസ് എ ബൈ എൻ ടൈംസ് എ ബൈ എൻ. സോ ദിസ് ഈസ് എ സ്ക്വയർ ബൈ എൻ സ്ക്വയർ I1 എന്ന് കിട്ടും. ഓക്കെ, ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ദിസ് ഈസ് I1 പ്ലസ് എ സ്ക്വയർ ബൈ എൻ സ്ക്വയർ I1 ഈസ് ഈക്വൽ ടു, ഈ മൈനസ് കളയാൻ വേണ്ടി ഞാൻ മൈനസ് കോമ എടുക്കുന്നു. ഓക്കെ, സോ ഈ മൈനസ് ടേം പ്ലസ് ആകും, ഈ പ്ലസ് ടേം മൈനസ് ആകും. സോ ദിസ് ഈസ് 1/n ടൈംസ് 1 മൈനസ് മൈനസ് 1 റൈസ് ടു n ഇ റൈസ് ടു എ പൈ. ഓക്കെ, നൗ I1 കോമൺ എടുക്കുക. സോ I1 ടൈംസ് 1 പ്ലസ് എ സ്ക്വയർ ബൈ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/n ടൈംസ് 1 മൈനസ് മൈനസ് 1 റൈസ് ടു n
e raised to a pi. I1, so we take the LCM on the left hand side. So left hand side becomes I1 times n square plus a square divided by n square is equal to 1 by n, 1 minus 1 raised to n e raised to a pi. ഓക്കെ, ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു. സോ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് തിരിച്ച് ഡിവിഷൻ നടക്കും. ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, സോ I1 ഈസ് ഈക്വൽ ടു n സ്ക്വയർ ബൈ n ഇൻറ്റു n സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, സോ ഇവിടുത്തെ ഒരു എന്നും ക്യാൻസൽ ആക്കി കളയാം. ഇൻറ്റു 1 മൈനസ് 1 റേസ് ടു n e റേസ് ടു a pi. This is the answer. So I1 is equal to n by a square plus n square times 1 minus 1 raised to n e raised to a pi. Okay, so this is the answer of I1. Similarly, നമുക്ക് അടുത്തത് I2ൻ്റെ ആൻസറും ഇതുപോലെ തന്നെ കണ്ടെത്താം. So I1 is actually integral 0 to pi f of x, e raised to ax into sin nx എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ആൻസർ. സോ I2 ആകുമ്പോൾ ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇ റേസ് ടു എക്സിന് പകരം ഇ റേസ് ടു മൈനസ് എക്സ് വരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ അവിടെയുള്ളൂ. ഓക്കെ, സോ I1 is actually e raised to ax into sin nx dx. I2 is actually integral 0 to pi e raised to minus ax into sin nx dx. ഓക്കെ, സോ ഇവിടുത്തെ ഒരേ ഒരു വ്യത്യാസം I1 ഇൻ്റഗ്രൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരേ ഒരു വ്യത്യാസം ഇൻസ്റ്റെഡ് ഓഫ് എ ഹിയർ ഇറ്റ് ഈസ് മൈനസ് എ. സോ ഈ ഇൻ്റഗ്രലിൻ്റെ അകത്തും ഈ ഇൻ്റഗ്രലിൻ്റെ അതേ പ്രോസസ് വെച്ച് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഐ വിൽ ഗിവ് യു ദാറ്റ് ആസ് ആൻ എക്സസൈസ്. നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. എക്ക് പകരം മൈനസ് എ എന്നുള്ള ഒറ്റ വ്യത്യാസം മാത്രമേ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് യു വിൽ ഗെറ്റ് ഇറ്റ്. ഓക്കെ, ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇൻസ്റ്റെഡ് ഓഫ് എ യു വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് മൈനസ് എ എന്നുള്ളത്. സോ I2 ബിക്കംസ്, വി ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് n ബൈ മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് n സ്ക്വയർ 1 minus 1 raised to n e raised to minus a pi. This is n by minus a square എന്ന് വെച്ചാൽ a square തന്നെ, a square plus n square 1 minus 1 raised to n e raised to minus a pi. This is I2. So I1ഉം I2 നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഓക്കെ, I1ഉം I2ഉം കണ്ടെത്തിയാൽ we can easily calculate the value of Bn. So Bn is actually 1 by pi plus I1 minus I2 by equation. Okay, so നമ്മൾ ഇവിടെ I1ൻ്റെ I2ൻ്റെയും വാല്യൂ കൊടുക്കുന്നു. സോ 1 by pi times n by n square plus a square 1 minus 1 raised to n e raised to a pi minus n by n square plus a square 1 minus 1 raised to n e raised to minus a pi. Okay, so this is the relation. Okay, അപ്പോൾ നമ്മളിവിടെ ഇതകത്തോട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 by pi ഇൻറ്റു ബാക്കി ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n by n square plus a square minus 1 raised to n e raised to a pi n divided by n square plus a square. ഇവിടെ ഈ മൈനസ് കൂടെ ചേർത്ത് കഴിയുമ്പോൾ മൈനസ് n ഡിവൈഡഡ് ബൈ n square plus a square
Okay, minus plus minus 1 raised to n e raised to minus a pi n divided by n square plus a square. Okay, ഇവിടുത്തെ n divided by n square plus a square n divided by n square plus a square നമുക്ക് ക്യാൻസൽ ആക്കി കളയാം. So the answer becomes 1 by pi okay plus ടൈം ആദ്യം എഴുതുന്നു minus 1 raised to n e raised to minus a pi n divided by n square plus a square minus minus 1 raised to n e raised to a pi n divided by n square plus a square. ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. കോമൺ ടേംസ് കോമൺ ആയിട്ട് എടുത്ത് n ഡിവൈഡഡ് ബൈ n സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കോമൺ ആണ്. minus 1 raised to n കോമൺ ആണ്. സോ ദിസ് ഈസ് 1 by pi minus 1 raised to n n divided by n square plus a square into e raised to minus a pi minus e raised to a pi. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈനസ് കൂടെ കോമൺ എടുത്തിട്ട് ഇവിടെ minus 1 raised to n plus 1 ആക്കിയാൽ e raised to a pi minus e raised to minus a pi എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് bn. bnൻ്റെ വാല്യൂ കിട്ടി. സോ ദ Fourier series ഈസ് summation n is equal to 1 to infinity bn sin nx. So summation n is equal to 1 to infinity minus 1 raised to n pi ഡിനോമിനേറ്ററിലാണ് minus 1 raised to n into n pi into n square plus a square e raised to minus a pi minus e raised to a pi sin nx. So this is the required Fourier series expansion of this function. Okay, so this is the question. Now similarly I am giving you as an exercise, find the Fourier series expansion of, so this is an exercise, find the Fourier series expansion of f of x is equal to hyperbolic cosine cosec ax where minus pi less than x less than pi and f of x plus 2 pi should be equal to f of x for all x element of R. So cosec ax in the Fourier series expansion ഇതുപോലെ തന്നെ കണ്ടെത്താം. First check that whether the function is even or odd, then cosec ax ന്റെ എക്സ്പ്രഷൻ എഴുതുക, എന്നിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.